പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗങ്ങളെ പോലെയല്ല, മൃഗങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് അവൻ പോകുന്നതാണ്. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതേ സമയം മനുഷ്യ, നിന്റെ ഖൽബൊന്ന് ശുദ്ധീകരിച്ചാൽ, നിന്റെ മനസ്സിന്റെ കറകളും കേടുകളും ഒന്ന് തീർത്തുപോയാൽ, ആത്മീയമായി വളരാനും ഉയരാനും തുടങ്ങിയാൽ മാലാഖമാരേക്കാൾ ഉയരാൻ കഴിയുന്നവരാണ് മനുഷ്യർ. അതാണ് മിഅ്റാജ് നൽകുന്ന ഒന്നാമത്തെ പാഠം. അസ്റാ ബിഹിൽ മൗല ഇലാ ഉഫുഖിസ് സമാ ഫൗഖൽ ബുറാഖി വഇൻദഹു ജിബ്രീലു. ആകാശലോകങ്ങൾ കടന്നുകൊണ്ട് കരളിന്റെ കാതലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോകുമ്പോ കൂടെ ഒരു ഖാദിമ് വേണം, പാദസേവകനായിട്ടൊരാൾ വേണം, കാഴ്ചകൾ വിശദീകരിച്ചു കൊടുക്കാൻ, എല്ലാ ഇടങ്ങളിലും മുന്നിൽ നടക്കാൻ. അല്ലാഹു ആരെയാണ് നിശ്ചയിക്കുന്നത്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മാലാഖമാരുടെ നേതാവ് പുണ്യ റസൂലിന്റെ ഖാദിമാകുന്ന അത്ഭുതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കേണ്ടതാണ്. സിദ്റത്തുൽ മുൻതഹായിൽ വരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം പരിഭ്രമത്തോടുകൂടെ പിന്മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തസ്ജീഅ് ചെയ്തു. അവിടത്തേക്കൊരു പ്രചോദനം പോലെ ജിബ്രീൽ വിളിച്ചു പറയുകയാണ്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഇനി പോകാനുള്ളത് മലക്കുകളായ ഞങ്ങൾക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട മേഖലയിലേക്കാണ്. മാലാഖമാർക്ക് പ്രവേശനമില്ലാത്ത ലോകത്ത് അല്ലാഹുവിന്റെ സ്വന്തമായ ഇടങ്ങളിൽ പോകാൻ അനുവാദമുള്ളത് അഷ്റഫുൽ ഖൽഖായ മുത്തേ അങ്ങേക്കു മാത്രമാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുന്ന ആ സന്ദർഭം, മനുഷ്യൻ ഉയർന്നാൽ, മനുഷ്യൻ വളർന്നാൽ, അവൻ ആത്മീയമായ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നാൽ മലക്കുകളെക്കാൾ ഉയരാൻ കഴിയുമെന്ന് മിഅ്റാജ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.